സ്ക്രീനിന് പുറത്തേക്കുള്ള ലോകം അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക, അതിൽ പരമാവധി അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് വായന പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താം. നല്ല പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടും അല്ലെങ്കിൽ വായനശാലകൾ അതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമെല്ലാം വായന പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ തന്നെ കളിക്കളങ്ങൾ അത് പരമാവധി ഉപയോഗിക്കാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണത്. കളിക്കുക അല്ലെങ്കിൽ പരസ്പരം അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള കുട്ടികൾ ഒരുമിച്ച് കളിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഇന്നില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ രക്ഷിതാക്കളുടെ പ്രത്യേകമായ ഒരു ആവശ്യം എന്ന നിലക്ക് അത് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ക്യാമ്പുകൾ, സമ്മർ ക്യാമ്പുകൾ, മതപരമായും ഭൗതികമായും പല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ക്യാമ്പുകൾ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഫോണിലൂടെ തന്നെ ഒരുപാട് ക്രിയാത്മകമായി ചെയ്യാൻ സാധിക്കും. സോഷ്യൽ മീഡിയയുടെ വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കോണ്ടന്റുകളിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, പല കുട്ടികളും ഈ വെക്കേഷൻ കാലത്താണ് കോഡിങ് പഠിക്കുന്നത്, ഈ വെക്കേഷൻ കാലത്താണ് AI പഠിക്കുന്നത്, ഈ വെക്കേഷൻ കാലത്താണ് മതപരമായ വിദ്യാഭ്യാസം നേടുന്നത്. ഇതൊക്കെ പോസിബിളാണ്. അപ്പം മൊബൈലിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ പരിമിതികളുണ്ടെങ്കിൽ മൊബൈലിനുള്ളിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പീസ് റേഡിയോ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നമുക്ക് സമ്മർ ക്വസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനം ഈ 6-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അതിലൂടെ ജസ്റ്റ് ആ ഒരു പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് അതൊന്ന് എൻറോൾ ചെയ്ത് കൊടുത്താൽ എല്ലാ ദിവസവും അവർക്കിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ലഭ്യമാകും. ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്.